നമസ്തേ ബെച്ചോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSE ക്ലാസ് 9 ഗംഗ ടെക്സ്റ്റിലെ തുളസീദാസ് രചിത രാം ലക്ഷ്മൺ പരശുരാം സംവാദ് എന്ന ഭാഗമാണ്. ആ കവിതയുടെ വ്യാഖ്യാനമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ദേഖത് ഭൂപതി വേഷു കരാല ഉഠേ സകല ഭയ വികല ഭുവാല. പരശുരാമൻ്റെ ഭയാനകമായ വേഷം കണ്ടപ്പോൾ രൂപം കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന, അതായത് ജനകൻ്റെ സഭയിലുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാർക്കും പേടികൊണ്ട് അവരെ വിറച്ചു. പിതു സമേത് കഹി കഹി നിജനാമ ലഗേ കരന സബ് ദണ്ഡ് പ്രണാമ. അവർ ഈ പരശുരാമൻ്റെ ഈ കോപം കണ്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ രൂപം കണ്ടുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ അച്ഛൻ്റെ പേരും സ്വന്തം പേരും പറഞ്ഞുകൊണ്ട്, അതായത് തൻ്റെ എല്ലാ രാജാക്കന്മാരുമാണ് സീതാ സ്വയംവരത്തിൽ അവിടെ വന്നിരുന്നത്. ആ സീതാ സ്വയംവരത്തിൽ വന്നിരുന്ന രാജാക്കന്മാരെല്ലാവരും അവരവരുടെ അച്ഛന്മാരുടെ പേരും തങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞ് പരശുരാമനെ ദണ്ഡ നമസ്കാരം ചെയ്തു. അടുത്ത ലൈൻ നോക്കിയേ. ജേഹി സുഭായേ ചിത്തവഹീം ഹിത് ജാനി സോ ജാനഹു ജന ആയി കുഠാനി. പരശുരാമൻ ആരെയെങ്കിലും ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ അവർക്ക് വലിയ ആശ്വാസമായി. എന്നാൽ കോപത്തോടെ നോക്കിയവർ വലിയ അപകടം നേരിടേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം. പരശുരാമൻ്റെ കോപമെന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. അദ്ദേഹം അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചതാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ കോപം നമ്മുടെ മേൽ വന്നു പെട്ടാൽ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അതിഭയങ്കരമായിരിക്കും. അടുത്ത നോക്കി. ജനക് ബഹോരി ആയി സിരുനാവ സീയ ബോലായി പ്രണാമകര ബാവ. എല്ലാ രാജാക്കന്മാരും വന്ന് വണങ്ങി ദണ്ഡ നമസ്കാരം ചെയ്തു, കാലിൽ വീണു, മാപ്പപേക്ഷിച്ചു, നമസ്കരിച്ചു. ആ സമയത്ത് നമ്മുടെ ജനക മഹാരാജാവ്, ആ ജനകൻ്റെ സഭയാണ്. അവിടുത്തെ രാജാവായ ജനകൻ വന്നിട്ട് വീണ്ടും പരശുരാമനെ വന്ന് വണങ്ങി. എന്നിട്ട് പുത്രിയായ സീതയെ വിളിച്ചിട്ട് പറഞ്ഞു, സീതയെ പരശുരാമനെ പ്രണാമം ചെയ്യാൻ നമസ്കരിക്കാൻ പറഞ്ഞ് അങ്ങനെ സീതയെ കൊണ്ടും നമസ്കരിപ്പിച്ചു. ആശിഷ ദീനി ഹരിഷി ഗയേ സുരഗൻ നിജ സമാജലായി ഗയേ സുരഗൻ. സീത കല്യാണപ്പെണ്ണായ, അതായത് സീതാ സ്വയംവരമാണ് അവിടെ നടക്കുന്നത്, അവിടുത്തെ മത്സരമാണ് നടക്കുന്നത്. ആ സ്വയംവര പെണ്ണായ സീത വന്നു തൻ്റെ കാൽക്കൽ വീണ് പ്രണമിച്ചു, തൻ്റെ അനുഗ്രഹം മേടിച്ചു. അത് കണ്ടപ്പോൾ പരശുരാമന് കുറച്ചൊരു സമാധാനമായി. ഉടനെ അദ്ദേഹത്തിന് കോപം ചെറുതായിട്ടൊന്ന് അടങ്ങി. പരശുരാമൻ സീതയെ അനുഗ്രഹിച്ചു. ഇത് കണ്ട് ദേവന്മാർക്ക്, സുരഗൺ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് ഭയങ്കര സന്തോഷമായി. അവർ സന്തോഷത്തോടു കൂടി തങ്ങളുടെ സ്വർലോകത്തേക്ക് അങ്ങ് മടങ്ങിപ്പോയി. അടുത്ത നോക്കി. ബിസ്വാമിത്രു മിലേ പുനി ആയി പദ സരോജ് മേലേ ദോവു ഭായി. അതിനുശേഷം അടുത്തത് വരുന്ന വിശ്വാമിത്ര മഹർഷിയാണ്. നമുക്കറിയാം, വിശ്വാമിത്ര മഹർഷിയാണ് രാമനെ ലക്ഷ്മണനെയും അവിടെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതും രാമനെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതും. അദ്ദേഹം വിശ്വാമിത്ര മഹർഷി രാമനെ ലക്ഷ്മണനെയും കൊണ്ടുവന്ന് നമ്മുടെ പരശുരാമൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിപ്പിച്ചു. രാമലഖനു ദശരഥ് കെ ബേട്ട ധോനി അസീസ് ദേയി ഫൽ ഭേട്ട. ഉടനെ പരശുരാമനെ ഈ വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും പരിചയപ്പെടുത്തുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, ഇവർ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണ്. രാമൻ ലഖനു ദശരഥ് കെ ബേട്ട. രാമനും ലക്ഷ്മണനും ദശരഥൻ്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ പരശുരാമൻ
അവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും നമ്മുടെ പരശുരാമൻ അനുഗ്രഹിച്ചു. അതിനുശേഷം രാമഹി ചിത്തൈഹി രഹേഥകിലോചന രൂപ് അപാരമാര് മധുമോചന. രാമഹി ചിത്തൈഹി രഹേഥകിലോചന രൂപ് അപാരമാര് മധുമോചന. അപ്പോൾ രാമൻ്റെ ആ ഒരു രൂപം കണ്ടിട്ട്, രാമൻ്റെ ആ ഒരു അനുപമമായ അതുല്യമായ സൗന്ദര്യം കണ്ടിട്ട് പരശുരാമൻ കണ്ണിമ വെട്ടാതെ രാമനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ രാമൻ്റെ ആ ദിവ്യരൂപം കാമദേവന് ഏറ്റവും വലിയ ഈ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ കാമസ്വരൂപൻ എന്ന് പറയുന്നത് കാമദേവനാണ്. സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് കാമദേവനെ പറയുന്നത്. പക്ഷേ ആ കാമദേവൻ ഈ രാമൻ്റെ ഈ സൗന്ദര്യത്തിന് മുൻപിൽ ഒന്നുമല്ലാതായിത്തീരുന്നു. അത്രയ്ക്ക് സുന്ദരനായ രാമൻ്റെ രൂപം കണ്ട് നമ്മുടെ പരശുരാമൻ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുക. ബഹുരി ബിലോകി വിവിധ സൻ കഹു കാഹ് അതിഭീര. അപ്പോൾ അതിനുശേഷം തൻ്റെ ചുറ്റും നോക്കിക്കൊണ്ട് പരശുരാമൻ ചോദിക്കുകയാണ്, ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ഭീതിയും ആശങ്കയും ഇവിടെ എന്തിനാണ്? അപ്പോഴുടനെ അതിനുത്തരവാണ്, പൂച്ചത്തി ജാനി അജാനജിമി വ്യാപേഷു കോപ ശരീര. പൂച്ചത്ത് ജാനി അജാനജിമി വ്യാപേഹു കോപ ശരീര. അപ്പം ഈ രാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനം ഒന്ന് തണുത്തു. എന്നിട്ട് അദ്ദേഹം ഒന്നും അറിയാൻ വയ്യാത്തവനെ പോലെ ചോദിക്കുകയാണ്, ഇവിടെ എന്തിനാണ് ഇത്രയും വലിയ, എല്ലാവരും എന്തിനാണ് ഇങ്ങനെ പേടിച്ചും ഭയന്നും ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ നമ്മുടെ 10ാമത്തെ വരികളിൽ പറയുന്നത്, എല്ലാം അറിയാവുന്നവനാണ് പരശുരാമൻ. പരശുരാമൻ്റെ വരവ് കണ്ട് പേടിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും ഭയം കൊണ്ട് വിറച്ചതെന്നും പരശുരാമൻ അറിയാം. പക്ഷേ അവസാനം ചോദിക്കുകയാണ്, എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ട് പേടിച്ചിങ്ങനെ നിൽക്കുന്നത്? എല്ലാം അറിയാവുന്നവനായിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ച പരശുരാമൻ്റെ ശരീരം മുഴുവൻ വീണ്ടും കോപം കൊണ്ട് നിറയുക. അപ്പോൾ ഒരു നിമിഷം അദ്ദേഹം രാമൻ്റെ സൗന്ദര്യത്തിലും ഒക്കെ ഒന്ന് ആകർഷനായ തൻ്റെ കോപം ഒന്ന് ശമിപ്പിച്ചതാണ്. പക്ഷേ വീണ്ടും നേരത്തെ കാര്യം ഓർത്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോപം ഉയരുകയാണ്. അതിൻ്റെ രൂപം ശരീരത്തിലും മുഖത്തും എല്ലാം വ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ആദ്യത്തെ ആ ഭാഗത്തിൻ്റെ വിവരണം. നമുക്കിനി അടുത്ത ബാക്കിയുള്ള വരികൾ അടുത്ത വീഡിയോയിൽ കാണാം.